നമസ്കാരം. മൈയാസ്ട്രോവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇന്ന് 2025 സെപ്റ്റംബർ 24 നവരാത്രിയുടെ 3-ാം ദിവസം. ദുർഗാദേവിയുടെ വിവാഹ രൂപമായ ചന്ദ്രഘണ്ഠ ദേവിയെയാണ് ആരാധിക്കുന്നത്. ചന്ദ്രകലയെ ശിരസിൽ ചൂടിയവൾ എന്നർത്ഥമുള്ള നാമധേയമാണ് ചന്ദ്രഘട. ഭക്തർക്കു ദേവി അതിസൗമ്യവും കോപവും വന്നാൽ ഉഗ്രസംഹാരിണിയും ആകുന്നു. ധീരതയും സൗന്ദര്യവും ചേർന്ന ദേവിക്ക് സ്വർണവർണ്ണ രൂപം, ത്രിനേത്രം, 10 കൈകൾ, വിവിധ ആയുധങ്ങൾ എന്നിവയുണ്ട്. സർവശോഭയോടെ പ്രത്യക്ഷമാവുന്ന ചന്ദ്രഘണ്ഠ ദേവിയെ ധ്യാനിക്കുന്നവർക്ക് നെഗറ്റീവ് ഊർജങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലുകയും ധൈര്യവും സമാധാനവും ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശുക്രഗ്രഹത്തെ നിയന്ത്രിക്കുന്ന ദേവതയാണ് ചന്ദ്രഘണ്ഠ. അതിനാൽ ദേവിയെ ആരാധിക്കുന്നവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കും. ഭവനത്തിൽ ധനവും ധാന്യവും ഒരിക്കലും കുറയുകയില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുല്ലപ്പൂവുകൾ സമർപ്പിച്ച് ദേവിയെ പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമായ ആരാധനാ വിധിയാണ്. നവരാത്രിയുടെ 3-ാം ദിവസമായ ചന്ദ്രഘണ്ഠ ദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രമാണ് അടുത്തതായി നാം പറഞ്ഞു തരാൻ പോകുന്നത്. പിണ്ഡജഭ്രവരാരുഢ ചണ്ഡകോപാസ്ത്ര കൈരുത്യ പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുത. ഈ മന്ത്രം ജപിച്ച് ചന്ദ്രഘണ്ഠ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ധൈര്യം, ശക്തി എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ പ്രശസ്തിയും ബഹുമാനവും അനുഗ്രഹമായി എത്തിച്ചേരുന്നു. ശേഷം ചന്ദ്രഘണ്ഠ ദേവിയെ നമുക്ക് സ്തുതിക്കാം. യാ ദേവി സർവഭൂതേഷു മാം ചന്ദ്രഘണ്ഠ രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഇന്ന് 3-ാം ദിവസം ദേവിക്ക് നിവേദിക്കേണ്ട പ്രസാദം പാല്, പാൽപായസം തുടങ്ങിയവയാണ്.